നിങ്ങളെ ഫ്രണ്ട്സിൽ ഗൂഗിൾ പേ, ഫോൺ പേ ഇങ്ങനെയുള്ള UPI ആപ്പുകളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് ട്രാൻസാക്ഷൻ നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു പണി വരാൻ പോകുന്നുണ്ട്. ജസ്റ്റ് ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഇടയായിട്ട് ഒരു തട്ടുകടക്കാരന് GSTയുടെ നോട്ടീസ് വന്ന കാര്യം നിങ്ങളൊക്കെ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ടാവും. ഒരു പരിധിക്കപ്പുറം ബാങ്കിൽ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ള പേരിലാണ് നോട്ടീസ് എത്തിയിട്ടുള്ളത്. പിന്നാലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടും നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഗവൺമെൻറ്റിന് നമ്മളുടെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് ബാങ്കാണ്. അതുകൊണ്ട് ബാങ്കിൽ എത്ര ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് വേണം ബാങ്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര ലിമിറ്റ് കടന്നാലാണ് നോട്ടീസ് വരാൻ സാധ്യത കൂടുതലുണ്ട്, ഇങ്ങനെ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നോട്ടീസ് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് ഈ വീഡിയോക്ക് ഡീറ്റെയിൽ എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്.